എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് പറയാനാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ചെടികളെ ബാധിക്കുന്ന കീടങ്ങൾ തന്നെയാണ്. എല്ലാ കീടങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയാൽ മാത്രമേ നന്നായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു കൃഷിക്കൊക്കെ ഒരു ഫലം കിട്ടുള്ളൂ. എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു കീടങ്ങളെ ഓടിച്ചല്ലേ പറ്റൂ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃഷി ചെയ്യുമ്പോൾ. അതിനുള്ള ഒരു കൊച്ചു ടിപ്പാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. 3 ചേരുവകൾ വെച്ച് തയ്യാറാക്കുന്ന വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലൊരു കീടനാശിനിയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആവട്ടെ. ഒരൊക്കെ മാത്രം ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ടിപ്പിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു 3 സാധനങ്ങളാണ്. വേറെ ഒന്നുമല്ല, ഇഞ്ചി 50 ഗ്രാം, വെളുത്തുള്ളി 50 ഗ്രാം, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 25 ഗ്രാം, ഇത്രയും മതി. അപ്പോൾ ഇതൊരു ചെറിയ അളവാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ചെടികളുള്ളവർ ഇതിൻ്റെ ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. ഓരോന്നും അരയ്ക്കുന്ന സമയത്ത് ഒരു 100 ml വെള്ളം വീതം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് സ്മൂത്താക്കി അടിച്ചിട്ട് അതിൻ്റെ ആ സത്ത് ഫുള്ളായിട്ട് തന്നെ എടുക്കുക. ഇപ്പോൾ ഇത് 3 കൂടിയിട്ട് ഞാനൊരു ബക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 ലിറ്റർ വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എല്ലാ പച്ചക്കറികൾക്കും സ്പ്രേ ആക്കി കൊടുക്കാം. നല്ല റിസൾട്ടാണ്. നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു പിറ്റേ ദിവസം തന്നെ നോക്കുമ്പോൾ അതിലുള്ള ഈ ഈച്ചകളും അതുപോലെ പ്രാണികളൊക്കെ പോയിട്ടുണ്ടാവും. പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാനായിട്ട് ഇത് വളരെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലും പിന്നെ ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു കുത്തലും എല്ലാം കൂടിയിട്ട് ഒരു കീടങ്ങളും അതിൽ നിൽക്കില്ല. പിന്നെ അളവൊക്കെ കറക്റ്റായിരിക്കണം, ഒന്നങ്ങനെ തെറ്റാതെയൊക്കെ ചെയ്യുക എല്ലാവരും. അപ്പോൾ നല്ല റിസൾട്ടുള്ള ഈ ഒരു കൊച്ചു കീടനാശിനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കൃഷിക്ക് ശല്യമായിട്ട് വരുന്ന കായ്ച്ചകൾ, തണ്ടുതുരപ്പൻ, ഇലച്ചാടി, പിന്നെ പുഴുക്കൾ, ഇതൊക്കെ ഈ ഒരു കീടനാശിനി കൊണ്ട് നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു കീടനാശിനി തന്നെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ കീടങ്ങളും പോകുമ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വളരും. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പൂച്ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പെസ്റ്റിസൈഡിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അത് രണ്ടും കണ്ടു നോക്കുക കേട്ടോ. നല്ല റിസൾട്ടുള്ള സംഭവങ്ങളാണ് രണ്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡിൻ്റെ കാര്യം എല്ലാവരും മറന്നു പോകരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.